ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്തിടെയായിട്ട് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കും, എന്നാൽ ഇപ്പോഴും അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു യൂട്യൂബ് ഹാൻഡിൽ നെയിം. യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം. അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് സെർച്ച് ലിസ്റ്റിൽ കൊണ്ടുവന്ന് നമ്മളുടെ എല്ലാം യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യിപ്പിക്കാനുള്ള ഒരു സൗകര്യമായിരുന്നു യൂട്യൂബ് ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിച്ച പുതിയൊരു അപ്ഡേഷൻ ആയിരുന്നു അത്. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഹാൻഡിൽ നെയിം സെർച്ച് ചെയ്യുന്ന ആർക്കും വളരെ പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ഹാൻഡിൽ നെയിം ഉപയോഗിച്ച് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബ് ഒരു പടി കൂടി കടന്ന് പ്രാദേശിക ഭാഷയിൽ നമ്മൾക്ക് യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം യൂട്യൂബ് പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾക്ക് യൂട്യൂബ് ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോൾ മലയാളം ഉൾപ്പെടെ പല പ്രാദേശിക ഭാഷകളിലേക്കും നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് അനുവദിച്ചിരിക്കുന്ന ഏതാനും ഭാഷകളിൽ നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ മലയാളവും ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് മലയാളത്തിൽ യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മലയാളത്തിൽ യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ ചെന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വേണം യൂട്യൂബ് ഹാൻഡിൽ മലയാളത്തിൽ സെറ്റ് ചെയ്യാനായിട്ട്. മൊബൈൽ ഉപയോഗിച്ച് യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പായ YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബിലെ ഹാൻഡിൽ നെയിം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ YT സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു ആപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ YT സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു ആപ്പ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. മൊബൈലിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം യൂട്യൂബ് ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ചാനലൊന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അടുത്ത സ്ക്രീനിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമുക്ക് കാണാവുന്നതാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു പേനയുടെ ചിഹ്നം നമുക്ക് കാണാവുന്നതാണ്. ആ പേനയുടെ ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള പേനയുടെ ചിഹ്നത്തിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹാൻഡിൽ നെയിം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ബാനർ കാണാവുന്നതാണ്, പ്രൊഫൈൽ ഫോട്ടോ കാണാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാണാവുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഹാൻഡിൽ എഴുതിയിരിക്കുന്ന തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്യേണ്ടത്. ഷാജി മാത്യു എന്നാണ് ഞാനിവിടെ എൻ്റെ ഹാൻഡിൽ നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷാജി മാത്യു എന്ന് മലയാളത്തിൽ ആര് ടൈപ്പ് ചെയ്താലും എൻ്റെ ചാനൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ഹാൻഡിൽ എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന പേനയുടെ ചിഹ്നത്തിൽ ഒന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു യുണീക്കായിട്ടുള്ള ഹാൻഡിൽ നെയിം നമുക്ക് ചേർക്കുന്നതിനായിട്ടുള്ള ഒരു ബോക്സ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു ഹാൻഡിൽ നെയിം എഴുതി കൊടുക്കാവുന്നതാണ്. അതും മലയാളത്തിൽ നമുക്ക് ഇപ്പോൾ പ്രാദേശിക ഭാഷയിൽ നമുക്ക് എഴുതി കൊടുക്കാനുള്ള സൗകര്യം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേരിന് മുമ്പായിട്ട് ചേർത്ത് വേണം നമ്മൾ യുണീക്കായിട്ടുള്ള ഒരു പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹാൻഡിൽ നിന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കാണുന്ന പേനയുടെ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് വരുന്നതാണ്. അവിടെ നമുക്ക് മലയാളത്തിൽ നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽ എഴുതി കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ പേനയുടെ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന ബോക്സിൽ നമുക്ക് യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ഭാഗം കാണിച്ചു തരാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ഈ യൂട്യൂബ് ഹാൻഡിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലെ ഹാൻഡിൽ നെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാക്കരുത്.